നമസ്കാരം. പൂയം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ ഒരു വർഷക്കാലഘട്ടം പൂയം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സഹോദരനിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും സഹോദരങ്ങളുമായി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അവരിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാൻ സാധിക്കും. കൂടാതെ വസ്തു സംബന്ധം അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, സാമ്പത്തികമായ വിഷയങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും കുടുംബപരമായി അല്ലെങ്കിൽ സഹോദരനുമായെല്ലാം സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സഹോദരനിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകും. കൂടാതെ ജോലി സംബന്ധമായി അത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സഹോദരനെ കൂടി ഉൾപ്പെടുത്തി ബിസിനസ്സിൽ വളരെ വിപുലീകരിക്കുകയും അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുകയും അല്ലെങ്കിൽ ആ ഒരു ജോലിയിലും ആയാലും ശരി നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടാകുകയും അത് മുഖാന്തരം നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാം ചെയ്യുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും. കൂടാതെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാവിൽ നിന്നുള്ള ഒരു സഹായവും അവരുടെ അംഗീകാരവും സ്നേഹവും എല്ലാം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. അവിടെ നിന്നുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സാധിക്കുന്നു. മാതാവിൻ്റെ നിന്നുള്ള ആദായം, അതായത് സ്വത്ത് സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് തന്നെ ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു പരാക്രമശീലം, എടുത്തുചാടിയുള്ള സംസാരമെല്ലാം കുറച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, അവസരങ്ങൾ, ധനലാഭങ്ങൾ, ജോലിയിൽ മുൻഗണന, ഇങ്ങനെയെല്ലാം ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വിഷു കാലഘട്ടം. ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അതായത് പൂയം നക്ഷത്രക്കാർക്ക് നിങ്ങൾ വിവാഹത്തിന്, അതായത് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു, അത് നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ അതിലൊരുപാട് മുടക്കങ്ങൾ വരുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും അതിലെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരിക, അല്ലെങ്കിൽ വിവാഹത്തിന് അടുപ്പിച്ച് അതായത് വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനോ എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ഇതെല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാനെ അഭിഷേകങ്ങൾ നടത്തുക, വഴിപാട് നടത്തുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല, ഈ പറയുന്ന വിഷുഫലം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് വ്യക്തമായി പരിശോധിക്കുക. ഇപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കി അതിനു കൂടി പരിഹാരം ചെയ്തു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജാതക സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ പുതിയ കാര്യങ്ങൾ അറിയുന്നതിനും നിങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നല്ലതായി.